ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, എന്താ ഇത്? സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? അതിനെ നിന്റെ ദുബായ് മാമൻ കുറച്ച് കാശ് അയച്ചു തന്നിട്ടുണ്ട്. തൽക്കാലം അതെന്റെ കയ്യിലുണ്ട്. പിന്നെ വേണമെങ്കിൽ ഞാൻ പിന്നെ ചോദിച്ചോളാം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ചാവി പിടിച്ചോ, ഞാൻ പോയിട്ട് വരാം. ഇവരെന്നെ കാണാൻ വന്നതാ. നിന്നെ കാണാൻ വന്നതാണല്ലോ ഇവര്. എന്നാ സെൽവൻ ആരാണെന്ന് ശരിക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കന്റെ പൊന്നുമോള്. കാണാം, സെൽവൻ ഇവിടെ തന്നെ ഉണ്ട്. തോട്ടടി മോളെ. നിങ്ങൾക്ക് എന്ത് കാഴ്ച കണ്ട് നിൽക്കുക? നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചല്ലേ അയാൾ ഇവളുടെ കൈ കയറി പിടിച്ചത്? ഒരു വാക്കുണ്ടെങ്കിലും പ്രതികരിച്ചു ആരെങ്കിലും? നാണം കെട്ടവന്മാര്. ഞാൻ ഇത്തിരി വൈകിപ്പോയി, അതാ കുഴപ്പമായത്. അതെ, നിങ്ങൾ വാ, പിന്നെ ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പറയാം. വാ. കേറിക്കോ. അമ്മ പേടിച്ചു പോയല്ലേ? എന്തായാലും കൃഷ്ണയുടെ വരവ് ഗംഭീരമായി. അയാള് ശരിക്കും ആരാ? സെൽവൻ. അയാള് പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ലോറിയും കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് കൂടിയതാ. ഈ നാട്ടുകാര് പാവങ്ങളാണ്, അതുകൊണ്ട് അത്യാവശ്യം അവന്റെ ഗുണ്ടായ്സൊക്കെ ഇവിടെ ചെലവാവും. പിന്നെ പെണ്ണുങ്ങളെ കാണുമ്പോ പരാക്രമം ഇത്തിരി കൂടുതലാ. മിക്കവരും എതിർക്കില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് വരട്ടി നിർത്തും. പക്ഷേ ആരെങ്കിലും ഒന്ന് കൂടെ നിന്നാലല്ലേ. മോളെ, ഇവൾക്ക് ഇത്തിരി എടുത്തുചാട്ടം കൂടുതലാ. വെറുതെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്നുപെടും. മോള് പറയുന്നതൊക്കെ തലേ കയറിയാലേ പിന്നെ മിണ്ടുമ്പോ അയാളോട് ചെന്ന് എതിര് പറയും. ശരി, എതിര് പറയണ്ട. അയാൾ എന്റെ കയ്യിൽ പിടിച്ചിട്ട് പോരുന്നൊന്ന് ചോദിച്ചില്ലേ? ഞാനങ്ങ് പോയിരുന്നെങ്കിലോ? അപ്പൊ അമ്മ എന്തു ചെയ്യും? നെഞ്ചത്തടിച്ച് നിലവിളിക്കോ? അതോ പോലീസുകാരടുത്ത് പോവോ? അതിനേക്കാളും നല്ലതല്ലേ അമ്മേ ഒരു പ്രശ്നം വരുമ്പോ പ്രതികരിക്കുന്നത്? കൃഷ്ണയുടെ സംസാരം കേട്ടിട്ട് ഞാനും കൃഷ്ണയും ഒറ്റ വഞ്ചിയില് പോകുന്നാ തോന്നുന്നേ. പിന്നെ സുനന്ദേച്ചി പറഞ്ഞിട്ടുണ്ട് എന്നോട്, ആള് നല്ല ഉശിരുള്ള പെണ്ണാണെന്ന്. എന്നാലും സെൽവന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോ. നേരിട്ട് വന്നാ കുഴപ്പമില്ല, പക്ഷെ ഓടിച്ചിരിക്കാൻ മിടുക്കന. അതുകൊണ്ടാ പറഞ്ഞേ. അമ്മ ഒന്ന് പേടിക്കാതിരുന്നേ. അതെ, എന്നാ പിന്നെ നമുക്ക് പോയാലോ? ഓക്കെ. ഇറങ്ങ്, വാ വാമേ. വാ. ഇതാ നമ്മുടെ വീട്. പിന്നെ ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല, വാടക കുറവാ. ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളം അല്ലേ അമ്മേ? എന്നാ വാ. കേറി വാ. ദേ, ഇതാണ് വീട്. വിശദമായിട്ട് കണ്ടോ? പകല് മുഴുവൻ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കും. പിന്നെ ജനല് തുറന്നിട്ടാ ഫാനും AC ഒന്നും വേണ്ട. പിന്നെ കൃഷ്ണേ, ആറ്റിൽ കുളിക്കുന്ന ശീലമുണ്ടെങ്കിൽ കുറച്ചപ്പുറത്ത് പോയാ മതി. അല്ലെങ്കിലേ ഒരു ദിവസം ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. പോവാം. ഇപ്പൊ കുളിയൊന്നും തൽക്കാലം വേണ്ട. പിന്നെ അമ്മയ്ക്ക് വീട് ഇഷ്ടായോ? ഇഷ്ടായി. എന്നാലും അവിടെ നിങ്ങോട്ട് പറിച്ചു നടന്നതിന്റെ വിഷമമുണ്ടല്ലേ? അതൊന്നും കുഴപ്പമില്ല, 2 ദിവസം കൊണ്ട് നമുക്ക് അതൊക്കെ ശരിയാക്കാം. എന്നാലേ അമ്മയും മോളും പോയി കുളിച്ച് ഫ്രഷ് ആവ്. ഞാൻ പോയിട്ട് അടുക്കളയിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. ഞാനേ കടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവരെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടാവും. അല്ല, എന്താ ഇത്? സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? അതിനെ നിന്റെ ദുബായ് മാമൻ കുറച്ച് കാശ് അയച്ചു തന്നിട്ടുണ്ട്. തൽക്കാലം അതെന്റെ കയ്യിലുണ്ട്. പിന്നെ വേണമെങ്കിൽ ഞാൻ പിന്നെ ചോദിച്ചോളാം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ചാവി പിടിച്ചോ, ഞാൻ പോയിട്ട് വരാം. ഗോപാലിനെ സുനന്ദയും വിളിച്ച് വന്ന വിവരം പറയ്. അവര് കാത്തിരിക്കുന്നുണ്ടാവും. വിളിക്കാം.
കൃഷ്ണേ, അവിടെ എത്തിയോ നിങ്ങള്? മോളിക്കുട്ടി കാത്തു നിന്നിരുന്നോ? നിങ്ങൾ വീട്ടിൽ കൊണ്ടാക്കിയോ? ഹോ, ഒന്ന് ശ്വാസം വിട്ട് ചോദിക്ക. അതൊക്കെ കഴിഞ്ഞു. ദേ ഞങ്ങളിപ്പോ പുതിയ വീട്ടിലാ. വീട് കൊള്ളാവോടി? സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ആ, കൊഴപ്പല്ല. അതെന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഒരു കുഴപ്പം ഇല്ലെന്നാ ഉദ്ദേശിച്ചേ. അമ്മയോ വിഷമത്തിലാണോ? ഏയ് അല്ല, അമ്മ ഇവിടെ ഹാപ്പി ആയിട്ടാ ഇരിക്കുന്നെ. ആ, ഗോപാലമാമയുടെ ഗോപാലേട്ടാ, അതെ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മോളിക്കുട്ടിയോട് പറഞ്ഞോ കേട്ടോ. അവളെ ബുദ്ധിമുട്ടിക്കാണെന്ന് ചിന്തിക്കൊന്നും ചെയ്യല്ലേ. അല്ലെങ്കിൽ സാരമില്ല, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവൾ അറിഞ്ഞും കേട്ടോക്കെ എന്താണെന്ന് വെച്ചാ ചെയ്തോളൂ. ശരി ചേച്ചി. വന്ന് കണ്ട സമയം മുതല് ഞങ്ങള് നല്ല കമ്പനിയായി. നല്ല കുട്ടിയായിട്ടോ. ആരാ സുനന്ദേ? ദേ കൃഷ്ണയാ. മോളെ, ആ, ഗോപാലമാമ, നാട് കടന്നവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എന്തിനാ മോളെ അങ്ങനൊക്കെ പറയുന്നേ? നീ നിന്റെ അമ്മ എവിടെ ചെന്നാലും സന്തോഷത്തോടെ ജീവിക്കും. അത് ഗോപാലമാമൻ അറിയാം. അവിടെ നിന്ന് പോന്നതിന്റെ ടെൻഷൻ തീർന്നിട്ടില്ല. മോള് ചോദിച്ചു, എന്താ രണ്ടുപേർക്കും ചിരിക്കാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന്. അമ്മയുടെ ബുദ്ധിമുട്ട് എന്താന്ന് നമുക്കല്ലേ അറിയൂ. ഒക്കെ പതുക്കെ ശരിയാവും മോളെ. ഞങ്ങള് വൈകാണ്ട് അങ്ങോട്ട് വരാൻ കേട്ടോ. ദേ, ഓടി പിടിച്ചിങ്ങോട്ട് വരുമൊന്നും വേണ്ട. ഞങ്ങളിവിടെ ഓക്കെയാ. ഓക്കെ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതല്ലെന്ന് ഗോപാലമാമൻ അറിയാം. ആ, ചിലപ്പോഴൊക്കെ നമ്മൾ വിധിക്ക് കീഴടങ്ങി കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനെ കരുതിയാ മതി. പിന്നെ തങ്കത്തിനോട് അന്വേഷണം പറയേ. ഞങ്ങൾ കുറച്ചുണ്ട് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. കൃഷ്ണമോള് സന്തോഷത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? അവിടെ രീതികൾ വെച്ച് എവിടെ ചെന്നാലും അവള് നന്നായിട്ട് ജീവിക്കും. മനുഷ്യരോട് ഇടപഴകാൻ അറിയാവുന്ന കുട്ടിയാ. രാവിലെ അടുക്കളയിലേക്ക് അവളുടെ പേരും വിളിച്ച ഞാൻ ചെന്ന് കയറിയത്. ടിക്കറ്റും കൊണ്ട് പോകുമ്പോ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടോ ഇതുവരെ നടക്കുന്നതിന്റെയും വെയിലിന്റെയും ക്ഷീണമൊന്നും അറിഞ്ഞിരുന്നില്ല. അവളിങ്ങനെ വാദോരാതെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുമല്ലോ. ഗോപാലേട്ടാ, എന്നെങ്കിലും ഈ ആളുകളുടെയൊക്കെ മനസ്സ് മാറി കൃഷ്ണമോള് തിരിച്ചു വരുമോ? ജീവിതത്തെക്കുറിച്ച് നമ്മൾ വെറുതെ കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല സുനന്ദേ. പണ്ട് നമ്മൾ സ്ഥിരം ചെയ്യുമായിരുന്നില്ലേ? അത്താഴം കഴിഞ്ഞ് ഉമ്മർത്ത് വന്നിരുന്ന് വെറുതെ ഇങ്ങനെ ഓരോ ജീവിതം കണക്ക് കൂട്ടുന്ന പണി. അത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? അപ്പൊ എന്താ? നടക്കാത്തതിന്റെ പിന്നാലെ പോകാതെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതങ്ങ് അംഗീകരിക്കുക. അവൾക്ക് അങ്ങനെ ഒരു ജീവിതം ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവള് തിരിച്ചു വന്നിരിക്കും.